അപ്പോൾ മക്കളെ, വിഷയം ഹനാൻഷ ആൻഡ് പട്ടിക്കൂട്. ഹനാൻഷ വ്ളോഗിൽ ഹനാൻഷയുടെ വീട്ടിലുണ്ടാക്കുന്നൊരു പട്ടിക്കൂട് കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൊമൻറ്റ് ബോക്സും പിന്നെ ഗൾഫിൽ ടിക്ടോക്കിൽ ഉള്ള ഒരു വ്യക്തിയുടെ വീഡിയോയും. ഇതാണ് എൻ്റെ ഇന്നത്തെ കോണ്ടൻറ്റ്. ഞാനിത് എടുക്കാൻ തന്നെ കാരണം ഞാൻ ഡോഗ്സ് ഉള്ള ഒരാളാണ്. എനിക്കും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഫൈൻ. അപ്പോൾ ഹനാൻഷയുടെ വ്ളോഗിലേക്ക് നമുക്ക് നേരിട്ട് പോവാം. ഇപ്പോൾ ഈ ചിറാപ്പുഞ്ചി മഴയത്ത് നിന്നുള്ള സോങ്ങും കാട്ടാളൻ മൂവിയിലുള്ള ഹനാൻഷാനെ കാസ്റ്റ് ചെയ്തതിൻ്റെ ആ ഒരു ഇതൊക്കെ സിനിമയിൽ കിട്ടി. പാട്ട് ഭയങ്കര വൈറലായി. അല്ലെങ്കിലും എൻ്റെ വീട്ടിലൊക്കെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്നത് ഹനാൻഷയുടെ വ്ളോഗാണ്. വീട്ടിലെപ്പോൾ ടി വി ഓണാക്കിയാലും ഹനാൻഷാൻ്റെ ആ വ്ളോഗ് വീഡിയോസ് കാണാതെ ഒരു വേറെ കോണ്ടൻറ്റ് ഒരു കാണില്ല. സ്മാർട്ട് ടി വി ഒക്കെ ഉള്ള വീട്ടിൽ അത് തന്നെയായിരിക്കും അവസ്ഥ. ഫാമിലി മൊത്തം ഹനാൻഷയുടെ വ്ളോഗിന് അഡിക്റ്റാണ്. ഇപ്പോൾ ഹനാൻഷ വ്ളോഗിൽ ഈ ഡോഗ് റിലേറ്റഡ് ആയിട്ട് 2 ഡോഗ്സ് ഉണ്ട് ഹനാൻഷയ്ക്ക്. അപ്പോൾ ഹനാൻഷ ഇനി പുതിയൊരു ഡോഗിനെ വാങ്ങുന്നുണ്ട്. അതിനാണ് ആ കൂടുണ്ടാക്കുന്നത്. സോ അതിനുള്ള ഒരു സിനാരിയോ വന്നതും കാര്യങ്ങളൊക്കെയാണ്. നമുക്കതിന് മുമ്പ് ആ ടിക്ടോക്കിൽ വന്ന വീഡിയോ ഒന്ന് കാണാം. ഡോഗിന് വാങ്ങണമല്ലോ എതിർപ്പുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാം. ഞാൻ അന്ന് പറഞ്ഞ പോലെ തന്നെ എനിക്ക് പറയണം എന്താ വെച്ചാൽ, നിങ്ങൾക്ക് നമ്മൾ ഡോഗ്സിന് വാങ്ങണമല്ലോ വളർത്തണമല്ലോ പ്രൊട്ടക്ഷന് വാങ്ങണമല്ലോ എതിർപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതാ നമ്മൾ പുതിയൊരു കൂടുണ്ടാക്കിക്കണം. അപ്പോൾ ഈ ജോലിക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുക. ആർക്കാച്ചാൽ വന്ന് ഇവിടെ കൂട്ടിൽ കിടക്കുക. 3 നേരം 4 നേരം ചിക്കനും തീറ്റയും പ്രോട്ടീൻ തീറ്റയും മുട്ടയും ചിക്കനൊക്കെ അങ്ങ് കിട്ടുന്നതായിരിക്കും. CCTV ഉണ്ടാവും. ആഴ്ചമാത്തിയും ഞങ്ങളൊക്കെ കൂടിയിട്ടാവും. തീറ്റ തരാൻ ഇവിടെ ഒരു ഹോള് ഇതാക്കുന്നതാവും. അപ്പം ഇങ്ങനെ നായിന് പ്രശ്നമില്ലല്ലോ. എന്ത് ചെയ്യുക, ഇതിൻ്റെ ഉള്ളിൽ വന്ന് കടക്കാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നായിനെ വാങ്ങണില്ല. നമുക്ക് എന്ത് ചെയ്യുക, അങ്ങനത്തെ ഉള്ളത് ഇവിടെ സെറ്റ് ചെയ്യുക. അപ്പം എന്താ പറയുക, നായിൻ്റെ പട്ടിനെ കൊണ്ട് നടക്കുന്ന സംഭവം പട്ടിനെ കൊണ്ട് മാത്രമേ നടക്കുള്ളൂ. അതിന് മനുഷ്യന്മാർ സെക്യൂരിറ്റിനെ വെച്ചിട്ടോ അല്ലെങ്കിൽ ഞാൻ അവിടെ ആളെ നിർത്തിയിട്ടോ കാര്യമല്ല. സെക്യൂരിറ്റിനെ അവിടെ വെച്ചിട്ട് സെക്യൂരിറ്റി ഇത് സമാധാനം പറഞ്ഞു ഡോഗിനെ വാങ്ങണമല്ലോ എതിർപ്പുള്ളവരുണ്ട്. ഹായ്, ഏതാണ് താൻ? ഓരോ നായിക്കൂടും അല്ല, കുറച്ചൊക്കെ ആവശ്യത്തിന് പറയണത് ഒരു മറ്റേ വർത്താനായിപ്പോയി. എൻ്റെ അവിടെ ചിക്കനും മറ്റതും മറിച്ചതൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ അവിടെ പെരയിലുള്ള ആൾക്കാർക്ക് അത് കൊടുത്താളാം. എന്നോട് ആരോ പറഞ്ഞോ നായിനെ വളർത്തണ്ടാന്ന്? ഇതാണ് കുറച്ച് എന്തെങ്കിലും സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലുമൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ തന്നെ ഞങ്ങളുടെ സ്വഭാവം, വൃത്തിയിട്ട സ്വഭാവം. എടാ ചങ്ങാതി ഇത്ര വലുപ്പല്ലേ? നായിനെ പോറ്റണ്ടെന്ന് ആരാ പറഞ്ഞേ? ഇത് നായിനെ പൂച്ചനെ എന്തോ പോറ്റിയോ? പക്ഷെ ഉമ്മാരി ഉളുപ്പില്ലാത്ത ഡയലോഗ് അടിക്കരുത്. എന്താ വെച്ചാൽ, നായിനെ പോറ്റുന്നവർക്ക് വല്ല എതിർപ്പുണ്ടെങ്കിൽ ഇവിടെ വന്ന് കിടന്നോളി, നായ്ക്കൂട് ഇവിടെ ഉണ്ട്, മറ്റേ ഉണ്ട്, മറിച്ചുണ്ട്. ഇതൊക്കെ ആരാ? ഞാൻ എൻ്റെ വീഡിയോ 2 വട്ടം കണ്ടു. എൻ്റെ വാപ്പി ഇമ്മ എല്ലാവരും ഒരേമാതിരി തന്നെ. ഇതൊക്കെ എന്താ വെച്ചാലേ പൈസന്റെ അഹങ്കാരം. അല്ലാണ്ടെത്താ നായിനെ വളർത്തുന്ന കൂടുണ്ട്, അതിൽ വന്ന് കിടന്നോളി. ഞാൻ പറഞ്ഞാ കയറിപ്പോ. അല്ല, ഏടുന്ന് വണ്ടി കയറി വരും. ഈ ചങ്ങായൊക്കെ എന്ന് വന്നാ ഇവൻ്റെ ഉമ്മൻ്റെ ഇവൻ്റെ ഇടക്കിടക്ക് ഇങ്ങനെ കാണാം. ഇത് അഞ്ചനാണ്, ഇത് മറ്റവനാണെന്നൊക്കെ പറഞ്ഞിട്ട് ജയും ആൾക്കാർ ഊക്കരുത്. ഓക്കെ, വീഡിയോ എന്തെങ്കിലുമൊക്കെ ചെയ്തോ. പാവപ്പെട്ട ജനങ്ങളെ ഊക്കാൻ നിൽക്കരുത്. ഓക്കെ, എൻ്റെ ഒരു ഒലക്കമ്മ നായ്ക്കൂടും സെക്യൂരിറ്റി. എൻ്റെ പേര് അതിന് മാത്രം ഉണ്ട് സെക്യൂരിറ്റിക്കൊക്കെ പറ്റിയേ. എന്നാ പോച്ചങ്ങായിരുന്നു ഏതാച്ചൊക്കെ അല്ലാന്ന് മനുഷ്യന്മാർ പറഞ്ഞൊരു മര്യാദ വേണ്ടേ? ഓൻ പറയാം ഓൻ്റെ ഫോട്ടോയും കൊടുക്കും, ചിക്കൻ കൊടുക്കും, മട്ടൻ കൊടുക്കും നായ്ക്ക്. അത് വേണമെങ്കിൽ അവിടെ വന്ന് കടന്നോളിന്ന്. എൻ്റെ ചെലവിലല്ല ആൾക്കാർ ജീവിക്കണേ. ഓന്ന് ചിലക്കണ പോച്ചങ്ങായിരുന്നു. ഏടുന്ന് പേര് വെച്ചൊക്കെ അല്ല. പിന്നെ ഓനും അവൻ്റെ ഒരു പെരക്കാരും ഒരു ഒലക്കമല്ല വീടും. അപ്പോൾ എല്ലാവരുടെ സ്നേഹം മാത്രം. ഓക്കെ, അപ്പോൾ ഇതാണ് ആ വീഡിയോ. കുറച്ച് വൈറലായപ്പോൾ, ഭയങ്കര ഫെയിമായപ്പോൾ, ഭയങ്കര മറ്റേ എന്താ പറയുക, പൈസേൻ്റെ തളപ്പ് തുടങ്ങി, തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറി, അങ്ങനെയുള്ള കോമൻസൊക്കെയാണ് ചിലർ ഇതേപോലെ വന്നിരുന്ന് പറയുന്നത്. ഹനാൻഷ എന്ന് പറഞ്ഞ വ്യക്തി വൈറലാവുന്നത് മുതൽ, അതായത് ഈ പാട്ട് പാടിയിട്ട് ഹനാൻഷയുടെ സോങ്ങുകൾ വൈറലാവുന്നത് മുതൽ ഈ മനുഷ്യൻ വൈറലാണ്. ഹനാൻഷയുടെ വ്ളോഗാണെങ്കിലും ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട് നല്ല വ്യൂവർഷിപ്പ് ഉണ്ട്, ആൾ വൈറലാണ്. ഇപ്പം അടുത്താണ് ഈ സിനിമ പരിപാടികളും പിന്നെ ചിറാപ്പുഞ്ചി കുറച്ചധികം ആളുകളിലേക്ക് ഹനാൻഷാനെ എത്തിച്ചു. സോ അതുകൊണ്ടൊക്കെ ആയിരിക്കണം ഗൾഫിലുള്ളവർക്ക് ഒരു പക്ഷേ ഹനാൻഷാൻ അറിഞ്ഞാണോ അറിയാനായിട്ടാണോ പറഞ്ഞതെന്ന് അറിയില്ല. എന്താണെങ്കിലും ഗൾഫിലാണെങ്കിലും ഹനാൻഷ റീസെൻ്റ്ലി ഗൾഫിലൊക്കെ പോയി പോകുന്നതാണ്. എന്താണെങ്കിലും ഡോഗ് റിലേറ്റഡ് വിഷയം വരുമ്പോൾ പ്രത്യേകിച്ച് മുസ്ലിംസിൻ്റെ ഇടയിൽ, അത് നമ്മുടെ നാട്ടിൽ മലപ്പുറത്തൊക്കെ ഭയങ്കര ഈ ഹറാമ് പരിപാടികൾ എന്താണെങ്കിലും പറയാതിരിക്കില്ല നാട്ടുകാർ. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് പലരും സംഗതികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എന്തായാലും ഹനാൻഷായുടെ വ്ളോഗ് കാണാം. സുഹൃത്തുക്കളെ, എന്താ രസല്ലേ എന്ന് അണിയറയിൽ ഒരുങ്ങുന്നത് ചില്ലറക്കാരനല്ല. ഇത് പിടിച്ചാ. അപ്പൊ നമ്മള് ഒരു റീലാണ് വരുന്നുണ്ട്. ഇത് പിടിച്ചാ. എന്തട ചങ്ങായി ഇപ്പൊ മലബാറില് വമ്പുള്ള ചെന്നായിണ്ട് തറവാട്ടില്
മുമ്പിട്ട് നടന്നവരാ ദുനിയാവില് പളതന്നിപ്പോ പറയാനായി ഇതാണ് ഒറിജിനൽ പട്ടിക്കാരൻ കേട്ടോ പിടിച്ചാ. അപ്പം സുഹൃത്തുക്കളെ ഇത് സാധ്യപ്പിടിച്ചോ. എനിക്ക് പറയാനുള്ള എന്താ വെച്ചാൽ നമ്മൾ ഓൾറെഡി 2 ഡോഗ്സ് ഉണ്ടായിട്ട് ഓൾറെഡി 2 ഡോഗ്സ് നമുക്കുണ്ട്. അപ്പോൾ നമ്മൾ ഡോഗ്സിൻ്റെ എണ്ണം കൂട്ടാൻ പോവുകയാണ്. ഒന്നുമല്ല, കുറച്ച് ദിവസം മുമ്പ് ഒരു സംഭവം ഉണ്ടായി. അതായത് നമ്മളെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളെ വീട് ഏകദേശം ഫുള്ളി പബ്ലിക്കാണ്. എല്ലാവർക്കും നമ്മളെ വീട് അറിയാം, എന്താ എങ്ങനെയാണെന്നുള്ളത് അറിയാം. അതിൽ വീട് തേടി വരുന്നതിൽ നല്ല ആൾക്കാരുണ്ടാവും, മോശം ആൾക്കാരുണ്ടാവും. നമുക്ക് രൂപം കണ്ടിട്ട് ഒരിക്കലും ഗസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ CCTV ഇവിടെ വെച്ചു. ഇത്രയും കാലം CCTV ഇല്ലേനി, ഇപ്പം നമുക്ക് CCTV വെച്ചു. ഇപ്പം കുറച്ച് ദിവസം മുമ്പ് ഇവിടെ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ടായി. എങ്ങനെ വെച്ചാൽ ഞാൻ പരിപാടിക്ക് ഇറങ്ങാൻ നേരത്ത് ഒരു ചെക്കന് എവിടുന്നാണ് വന്നേ ഞാൻ പറയുന്നില്ല, ബൈക്കിന് വന്ന് കുറച്ച് ദിവസം മുമ്പ് ഞാൻ പരിപാടിക്ക് ഇങ്ങനെ ഇറങ്ങാൻ നേരം. അപ്പം ഇമ്മച്ചിയൊക്കെ സ്കൂൾക്ക് ഇറങ്ങാൻ നിൽക്കുക. ഇപ്പച്ചി സ്കൂൾക്ക് ഇറങ്ങി, ഇമ്മച്ചി സ്കൂൾക്ക് ഇറങ്ങി, ഈച്ചു ഇവിടെ ഇല്ല, അഫി ഇറങ്ങി, ആഴ്ചമാത്ത മാത്രമാണ് ഉള്ളത്. അപ്പം ഞാൻ പറഞ്ഞ നിങ്ങൾ ഫുഡ് കഴിച്ചിനോ? രാവിലെ വന്നിക്കണം, ഈ നേരമായപ്പോഴത്തേനും വന്നിക്കണം. ഞാൻ പറഞ്ഞു ഫുഡ് കഴിച്ചിനോ? ഇല്ല. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ഒപ്പം കഴിക്കാറ്. അങ്ങനെ ഒപ്പം ഫുഡ് കഴിച്ച്. അപ്പോൾ ഒപ്പം ഫുഡ് കഴിച്ചപ്പോൾ ആഴ്ചമാത്ത കരുതിയത് എന്താ വെച്ചാൽ ഇത് എൻ്റെ ഫ്രണ്ടാണെന്നാണ് ആഴ്ചമാത്ത കരുതിയത്. അങ്ങനെ ചെക്കൻ ഫുഡ് കഴിച്ച് ഞാൻ പറഞ്ഞു ഞാൻ ഫോട്ടോ എടുത്ത് ഇറങ്ങാട്ടോ പറഞ്ഞു. അങ്ങനെ ഞാൻ ഫോട്ടോ എടുത്ത് ഞാൻ ഇറങ്ങി. അപ്പോൾ ചെക്കനും എൻ്റെ കൂടെ ഇറങ്ങി. പിന്നെ ഈ ചെക്കൻ എന്ത് ചെയ്തു, ഞാൻ പോയപ്പോൾ ഇങ്ങോട്ട് തന്നെ റിട്ടേൺ വന്നു. അപ്പോൾ ഇവിടെ ആഴ്ചമാത്ത ഒറ്റക്കാണ്. എന്നിട്ട് അവൻ പറഞ്ഞു ഞാൻ ക്ഷീണിച്ചാണ്, എനിക്കിവിടെ കിടക്കാൻ പറ്റും. അപ്പോൾ ആഴ്ചമാത്ത വിചാരിച്ചെന്താ വെച്ചാൽ ഇതിൻ്റെ ഫ്രണ്ടാന്നാണ്. അപ്പോൾ എന്താ ഉള്ളിൽ കയറി കടന്നതാണ്. അങ്ങനെ ചെക്കൻ എന്ന് പറഞ്ഞാൽ ഒരു 10-28 വയസ്സിൻ്റെ മുകളിലവന് പ്രായമുണ്ട്. എനിക്കൊരു പരിചയമില്ലാത്തൊരു വ്യക്തിയാണ്. ഉള്ളിൽ കയറി കടന്ന് വൈകുന്നേരം വരെ വീട്ടിൻ്റെ ഉള്ളിലേനി ആളുണ്ടായിനി. അപ്പോൾ ഈ ഒരു സന്ദർഭം ഞങ്ങളെ എല്ലാവരും ഒരുപോലെ ഞെട്ടിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടാവും, അത്യാവശ്യം വൈറൽ ഫെയിം ആയിട്ടുള്ള ആളുകൾക്ക്. അത് അവരുടെ പ്രൈവസി ബ്രേക്ക് ആവുന്നതാണ് ഏറ്റവും വലിയ ഇഷ്യൂ. ഇപ്പം ഞാൻ അത്യാവശ്യം ഡോഗ്സ് വീട്ടിലുണ്ട് എന്നുള്ളത് എല്ലാ സ്ഥലത്തും പറയാറുണ്ട്. എന്നോട് ചോദിക്കുന്ന സമയങ്ങളിലൊക്കെ ഞാൻ എല്ലാവരോടും പറയാറുണ്ട്. എൻ്റെ ക്ലോസ് ഫ്രണ്ട്സിനോട് വരെ പറയാറുണ്ട്. വീട്ടിലേക്ക് ഞാൻ ആരെയും വിളിക്കാത്തതും കൊണ്ടുപോകാത്തതും ഡോഗ്സ് ഉണ്ട്. അവർ വന്നു കഴിഞ്ഞാൽ അവർ ആകെ അലമ്പും പ്രശ്നമാക്കും. കുറച്ച് സമയത്തിന് വേണ്ടിയിട്ട് എനിക്ക് അവരുടെ പീസ് ഓഫ് മൈൻഡ് കളയാൻ താല്പര്യമില്ലാതെ പിന്നെ ഞാൻ അവരെ വെച്ചിട്ടുള്ളത് ഇതേപോലെ. എനിക്ക് അത്യാവശ്യം ഞാൻ ഇങ്ങനത്തെ കോണ്ടന്റുകൾ ചെയ്യുന്ന സമയത്ത് പ്രശ്നങ്ങളുണ്ടാവും, നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. കാരണം നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പല വിഷയത്തിൽ, പല ടോപ്പിക്കിൽ, പല വ്യക്തികളെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കാറുണ്ട്. ഒന്ന് പ്രൊട്ടക്ഷനാണ്, 2 അവരോടുള്ള സ്നേഹമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഹനാൻഷായുടെ കേസിൽ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സംഗതി ഉണ്ടായി. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഒട്ടുമിക്ക വൈറലായ ഫെയിം ആയിട്ടുള്ള ആളുകൾക്കും ഇങ്ങനത്തെ ഒരു അവസ്ഥ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും. അതും പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുത്തെ എല്ലാ ഫാമിലീസും, ഓൾമോസ്റ്റ് ഓൾ ഫാമിലീസിൻ്റെ വീട്ടിലും ഇപ്പോൾ സീരിയലിനേക്കാൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ഹനാൻഷായുടെ വ്ളോഗ്സാണ്. സോ അങ്ങനത്തെ ഒരു സമയത്ത് അതായത് വ്ളോഗിൽ കാണുമ്പോൾ ഹനാൻഷ ഭയങ്കര ഫ്രണ്ട്ലിയാണ്, വീട്ടുകാർ ഭയങ്കര ഫ്രണ്ട്ലിയാണ്, നമ്മളെ നാട്ടുകാരനാണ്, അല്ലെങ്കിൽ ദൂരത്തുനിന്ന് എവിടുന്നതിന് ഹനാൻഷാൻ്റെ പേരേക്കാണ് കയറി ചെല്ലാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെല്ലായിരിക്കും. ഇപ്പോൾ ഈ വരുന്ന ആളുകൾ ഈ റീല് കണ്ടിട്ടാണ് കയറി ചെല്ലുന്നത്. എന്നാലും ചെല്ലുന്നത് ഒരാളുടെ വീട്ടിലേക്കാണെന്നും അയാൾക്ക് പ്രൈവസി ഉണ്ടെന്നുള്ളതൊന്നും ഇവർക്ക് ബോധം എന്തൊന്നും ഉണ്ടാവില്ല. അവർക്ക് അപ്പം അവർ വിചാരിച്ച ആ സംഗതി അവരുടെ ആ വൈറൽ താരത്തിനെ സ്ഥിരമായിട്ട് കാണുന്ന മുഖത്തിനെ അവർ കാണണം എന്നുള്ള രീതിക്കായിരിക്കും. ചിലർ മുതലെടുക്കും, ചിലർ ഇതേപോലെ ഇടിച്ചു കയറി വരും. സിറ്റുവേഷൻസ് ഇപ്പം എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ചില ആളുകൾ വന്നാലൊന്നും പോവുകയില്ല. എൻ്റെ കേസിൽ ഏറ്റവും കൂടുതൽ വരുന്നത് എന്തെങ്കിലും സഹായം ചോദിച്ചിട്ടുള്ള ആളുകളായിരിക്കും, ഫിനാൻഷ്യൽ ഹെൽപ്പ് ചോദിച്ചിട്ട്. പിന്നെ പോവുകയില്ല അവർ. നമ്മൾ പിന്നെ എന്ത് പൈസ കൊടുത്താലും അവർ പോവില്ല. ചില സമയത്ത് വീട്ടിൽ വന്നിരുന്നിട്ട് അമ്മ വിളിക്കാറുണ്ട്. ഡോഗ്സ് ഉണ്ടെന്ന് അറിഞ്ഞാൽ പോലും ചിലർ വന്നങ്ങനെ ഇരിക്കും, അവർക്ക് പറയാനുള്ളത് പറയും, അങ്ങനെ പോവും. ഹനാൻഷായുടെ കേസിൽ ഇപ്പോൾ ഇങ്ങനത്തെ ഫാമിലി വ്ളോഗ് കുറച്ചും കൂടി ആക്സെപ്റ്റൻസീവ് ആയിട്ട് വന്നതുകൊണ്ട് ഒക്കെ സ്വന്തം വീട് മാതിരിയിട്ട് കയറിപ്പോരും. പ്രൈവസി ഇല്ല. പ്രൈവസി എന്ന് പറഞ്ഞാൽ പോയൊരവസ്ഥയായിരിക്കും. ഇത് പേടിക്കേണ്ട ഒരു സിറ്റുവേഷൻ. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ആരാ എന്താ എവിടുന്നൊന്നും അറിയില്ല. ആൾക്കാർ വരുന്നു പോകുന്നു എന്നുള്ളൊരവസ്ഥയായി കഴിഞ്ഞാൽ വീട്ടിൽ സ്വൈര്യതയും സ്വസ്ഥതയൊന്നും ഉണ്ടാവില്ല. പിന്നെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പേടിയോ. അപ്പോൾ ഓബിയസ്ലി 2 ഡോഗ്സ് ഉണ്ട്. ഇപ്പോൾ പല ഡോഗ്സും പല പോലെയാണ്. ഇപ്പോൾ ഇവർ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എത്തുന്നതിന് മുമ്പായിരിക്കും നല്ല ഗ്രോൺ ആയിട്ടുള്ള ഡോഗ്സാണ്, വളർന്ന ഡോഗ്സാണ് ഇപ്പോൾ ഹനാൻ്റെ കയ്യിലുള്ളത്. സോ ആ ഡോഗ്സ് ചിലപ്പോൾ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡോഗ്സ് ആയിരിക്കും. അവർക്ക് ചിലപ്പോൾ സ്ട്രേഞ്ചേഴ്സ് വരുമ്പോൾ കുര മാത്രമേ ഉണ്ടാവുള്ളൂ, അങ്ങനെ പേടിപ്പിക്കാൻ മാത്രം സെറ്റപ്പിലുള്ള ഡോഗ്സ് ആയിരിക്കില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ പുതിയൊരു ഡോഗ് കേജ്, പുതിയ ഡോഗ്, ഓക്കെ, കുറച്ചുകൂടി ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകൾ വന്നു കഴിഞ്ഞാൽ ഒന്ന് പേടിപ്പിക്കാൻ രീതിയിലുള്ള ഒരു സാധനം. അപ്പോൾ CCTV ക്യാമറ ഉള്ളത് കൊണ്ട് പ്രത്യേകിച്ച് ഒരാൾക്ക് പേടിയൊന്നും വരാൻ പോകുന്നില്ലല്ലോ. നായയാകുമ്പോൾ നായയ്ക്ക് അതിൻ്റേതായിട്ടുള്ള പേടി വരും നാട്ടുകാർക്ക്.
ഇപ്പോൾ വീട്ടിലേക്ക് ചാടി കയറി അങ്ങനെ ഇടിച്ച് കുത്തി വരാനോ, അല്ലെങ്കിൽ ഇപ്പോൾ ഇത് വ്ളോഗിൽ പറയുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ ഇങ്ങനെ ടെറർ സാധനം അവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ തന്നെ പൂക്കൊക്കെ കുറയും. ഇതിൻ്റെ മുകളിലാണ് ഈ സെറ്റപ്പ് പറഞ്ഞു തുടങ്ങുന്നതും അതിനുള്ളൊരു സിറ്റുവേഷനും ഹനാൻഷ അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. കാരണം നമ്മളെ വീട്ടിൻ്റെ ഉള്ളിൽ ഒരാൾക്ക് അങ്ങനെ ആക്സസ് കിട്ടിയാൽ ഇപ്പം ചിലപ്പോൾ നല്ല ആളാവും. ബട്ട് ഇൻ കേസ് ഞാൻ ഇപ്പോൾ പറയാണ് എന്തെങ്കിലും ഒരു കേസിന് പിടിച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും പോലീസിൻ്റെ അടുത്ത് ഒളിവിന് വന്നിട്ടോ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കി എന്തെങ്കിലും ഒരു പൊതി, ഇപ്പോഴത്തെ കാലം എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ യാതൊരുവിധ സാധനം ഞാൻ പ്രൊമോട്ട് ചെയ്യാത്ത, ഞാൻ യൂസ് ചെയ്യാത്തതാണ്. ഇപ്പോഴും ഞാൻ പറയാം, ഞാൻ ജനിച്ചിട്ട് ഇതുവരെ ലഹരി എന്ന് പറഞ്ഞൊരു സംഭവം എൻ്റെ കൈകൊണ്ട് തൊടുക ഞാൻ കാണാൻ പോലും ഇരിക്കില്ല. എൻ്റെ മുന്നിൽ ആരെങ്കിലും ഇരിക്കുകയാണെങ്കിൽ ഞാൻ പുറത്ത് പോകലാണ്. എനിക്കത് കണ്ടിരിക്കണതിലൊരു ലഹരിയോ അല്ലെങ്കിൽ അത് അതിന് എന്തെങ്കിലും നേടുന്നൊരു ലഹരിയോ എനിക്കില്ല, എനിക്ക് പേഴ്സണലില്ല. അത് മരിക്കണ വരെ ഞാൻ ശപഥം ചെയ്താണ് ഞാനത് യൂസ് ചെയ്യില്ല, അതിൻ്റെ ഭാഗമാവില്ല. അപ്പം എന്തെങ്കിലും ഒരു പൊതിയോനുള്ളിൽ കൊടുന്നിട്ടിട്ട് ഓൻ തന്നെ സ്റ്റേഷനിലേക്ക് വിളിച്ച് പറയണം. ഹനാൻഷൻ്റെ എന്തെങ്കിലും ഒരു ദേഷ്യമുള്ളവനാണ് എന്നോട്. ഇപ്പോൾ എല്ലാവരും നമ്മൾ ഇഷ്ടമുള്ള ഇഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഞങ്ങളൊന്നും ചെയ്യണമില്ല കേട്ടോ. നമ്മൾ ഒരാളെയും ഇടങ്ങേറാക്കണില്ല, ബുദ്ധിമുട്ടാക്കണില്ല. നമ്മളതായ സാധനം ചെയ്തു പോവാണ്. ഞാനൊരാളെ ഒരു പബ്ലിക് മാറ്ററിലൊരു പേഴ്സണൽ ഒപ്പീനിയൻ പോലും ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവരാറില്ല. അപ്പം ഓനൊരു പൊതി കൊടുന്ന് ഇവിടെ ഇടാണ്. എന്നിട്ട് ഓൻ തന്നെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറയാണ്. നാളെ എന്താവും ഈ പറഞ്ഞ ആൾക്കാർ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരനെ എന്ത് പറയേണ്ടി വരും? ഇവിടുന്ന് പോലീസ് വന്നാണ്ട് ഏതെങ്കിലും വാർത്തക്കാരും മീഡിയക്കാരൊക്കെ പറയാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് പൊതി കിട്ടി, ഹനാൻഷനെ പിടിച്ചു, ഹനാൻഷനെ പൊടിക്ക് പിടിച്ചു, അതിന് പിടിച്ചു, MDMSന് പിടിച്ചു, MBBSന് പിടിച്ചു പറഞ്ഞാണ്ട് ഇന്നെ പിടിച്ചാണ്ട് എല്ലാവരും കൂടി അകത്താക്കും. അപ്പോൾ ഇങ്ങനത്തെ സന്ദർഭം ഉണ്ടാവുന്നത് വളരെ ഞങ്ങൾക്ക് എല്ലാവരും ഒരുപോലെ പേടിപ്പിച്ചു. അതേപോലെ തന്നെ ഇപ്പോൾ അടുത്തൊരു ടീം വന്നിട്ട് ഒരു 10-15 ആൾ വന്നിട്ട് വാതിൽമലും ജനൽമലൊക്കെ മുട്ടി പൊളിച്ച് ഹനാൻഷ പുറത്ത് വരൂ, ഹനാൻഷ ഇതാക്കൂ. അന്ന് ഞാൻ ഇവിടെ അല്ല, അഫിയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഈ വാതിൽമ മുട്ടി ഹനാൻഷ പുറത്ത് വരൂ പറയുന്ന ഒരാളെ എങ്ങനെയാണ് ഉമ്മച്ചിയും ഇപ്പച്ചിയും നമ്മൾ ഒരുവിധ ആൾക്കാരെയൊക്കെ സ്വീകരിക്കലുണ്ട്. ഉമ്മച്ചി ഇപ്പച്ചി അഫി അങ്ങനെ സ്വീകരിക്കാം. നമുക്ക് പേടിയാവില്ല, എന്ത് കണ്ടിട്ട് ആൾക്കാർ നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട്, കാരണം ഒരു ദിവസം നമുക്ക് വീട്ടിൽ വരുന്നത് ഒരു 18 മുതൽ 25 വരെ ഗസ്റ്റുകളാണ്. അതിൽ ഓരോ ഗ്യാങ്ങിലും 5-6 ആൾക്കാരാണ് വരുന്നത്. അപ്പം ഇതിൽ നല്ലവരുണ്ട്, ചീത്തരുണ്ട്. നമുക്ക് ഫിൽട്ടർ ചെയ്യാം. നമുക്ക് എന്തായാലും ഗേറ്റിൻ്റെ അവിടെ ഇതിന് ഫിൽട്ടർ വെക്കാൻ പറ്റില്ല. നല്ല ആൾക്കാർ ഇങ്ങോട്ട് വരൂ, ചീത്ത ആൾക്കാർ അങ്ങോട്ട് പോകാൻ ഫിൽട്ടർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ ഒരു സന്ദർഭം ഉള്ളതുകൊണ്ട് വീട്ടിൽ ഒരു പുലിനെ പോലെ ഒരു നായിനെ ഇവിടെ ആവശ്യമാണ്. അപ്പോൾ ഈ 2 എണ്ണം എന്ന് പറഞ്ഞാൽ കടിക്കും, വേദനിപ്പിക്കും, ഇതാക്കൊന്നുമില്ല. അപ്പോൾ പാപ്പൻ്റെ അമ്മ കൈകൊട്ട്, അമ്മൻ്റെ മോള് കൈകൊട്ട്, അപ്പൻ്റെ കൈകൊട്ട്, അങ്ങനത്തെ ഡോഗ്സാണ് പോലും കേട്ടോ. അപ്പം ഇനി ഈ കൂടിൻ്റെ വലിപ്പം സൈസും കണ്ട് ഇതാക്കണവർക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഇത് കഴിഞ്ഞ ദിവസം ഓക്കെ. അപ്പോൾ ഇതാണ് ഹനാൻഷയുടെ സിറ്റുവേഷൻ. ഇതൊന്നും അറിയാതെയാണ് ചിലപ്പോൾ പലരും എന്ത് ചെയ്യുന്നത്, ഒരു പീസ് മാത്രം കാണും. അത് ഹനാൻഷ മറ്റേ തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കുത്തി അരിൻ്റെ ചാക്കിൻ്റെ വലിപ്പം കൂടി വ്ളോഗ് ചെയ്ത് ഭയങ്കര ഫെയിമായി, പാട്ട് പാടി ഫെയിമായി, ഇനിയിപ്പോൾ സിനിമ കയറിയപ്പോൾ സെലിബ്രിറ്റി അഹങ്കാരം കൂടി എന്നുള്ളതൊക്കെ ആയിരിക്കും പലരും ഈ ഒരു ടിക്ടോക്ക് വീഡിയോ ഒക്കെ കണ്ട് പലരും ഈ ഗൾഫ് ഏരിയയിലുള്ളവരൊക്കെ തെറ്റിദ്ധരിക്കുക. ശരിക്കും ജെന്യുവൻ റീസൺ ആ പയ്യൻ പറയുന്നുണ്ട്, വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. വീട്ടിലേക്ക് വെറുതെ ആൾക്കാർ കയറി വന്നു. എന്തിനാ, ഞാൻ സത്യം പറയുമ്പോൾ നിങ്ങൾ എന്തിനാ ഒരാളെ ഇഷ്ടപ്പെടുന്ന ഞങ്ങളുടെ വീട്ടിൽ ഒരു ശല്യം ചെയ്തത് എനിക്കറിയാൻ പാടില്ലേ, സീരിയസ്ലി എന്തിനാന്ന് മനസ്സിലാവുന്നില്ല. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഡോഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അവർക്കത് ഉള്ള ഡോഗ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർ അത്യാവശ്യം എന്താ പറയുക ഫ്രണ്ട്ലി ആണ്. ആളുകൾ വന്നാലും പോയാലും കുരയ്ക്കുമായിരിക്കും, അല്ലാതെ വലിയ ടെറർ സാധനമൊന്നും ആയിരിക്കില്ല. അവർക്ക് അവരുടെ ജെനുവിൻ റീസൺ പറഞ്ഞിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ഡോഗിനെ വാങ്ങുന്നതും ഡോഗിനെ വെക്കാൻ വേണ്ടി കൂടുണ്ടാക്കുന്നതൊക്കെ. അപ്പം ഈ ഒരു സംഗതി കണ്ടതിന് ശേഷവും ഇതിൻ്റെ അടിയിൽ കമൻറ്റ് ബോക്സിൻ്റെ അടിയിൽ പോയിട്ടിരുന്നിട്ട് ഡോഗ് വാങ്ങുന്നതിലും അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കുറേ മതപരമായിട്ടും അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കുറേ അങ്ങനത്തെ സീനുകളുണ്ടല്ലോ. ഞാൻ പറഞ്ഞല്ലോ മുസ്ലിം ഫാമിലി ഫ്രം മലപ്പുറം അങ്ങനത്തെ ഒക്കെ സെറ്റപ്പ് ആകുമ്പോൾ ഇവിടെ ഭയങ്കര സീനാണ്. ഞാനൊരു കാര്യം പറയാം, ഇഷ്ടപ്പെടുന്നവർ ഒരുപാട് പേരുണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷെ കുറേ ആളുകൾക്കൊക്കെ എന്തോ വലിയ പ്രശ്നമാണ് ഡോഗ്. ഇതിപ്പോൾ മുസ്ലിംസ് എന്നുള്ളത് മാത്രമല്ല കേട്ടോ, ഞാൻ പറയുന്നത് ചില ആളുകൾക്ക് ഡോഗ്സിന് ഭയങ്കര വെറുപ്പ് ഇൻ ദ സെൻസ് അവർക്ക് എന്തോ പിശാചിനെ കണ്ട പോലെയാണ് ഡോഗ്സ്. കുര കേൾക്കാൻ പറ്റില്ല, ഡോഗ്സിൻ്റെ മണമടിച്ച ഓക്കെ വിഷയമാവാം. പക്ഷേ നമ്മളടുത്തല്ലേ വയ്ക്കുന്നത്, നമ്മൾ ആരും ഇതിനൊന്നും അഴിച്ച് അപ്പുറത്തേക്കോ വിടുന്നില്ല, മനസ്സിലായോ? ഒരാൾക്കും ശല്യം ഉണ്ടാക്കുന്നില്ല. എന്നാലും ഇവർക്ക് നായ കയ്യിലുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് ഭയങ്കര സീനാവും. ഇനി കള്ളുകൂടിയനോ മറ്റേ സാധനം കയ്യിൽ വയ്ക്കുന്നവനാണെങ്കിലും അവർക്ക് പ്രശ്നമില്ല, എത്ര വൃത്തികെട്ടവനാണെങ്കിലും കുഴപ്പമില്ല. നായ വളർത്തുന്നവനാണോ എന്തോ പ്രശ്നക്കാരൻ, ഇങ്ങനെ ചിന്താഗതിയുള്ള കുറേ നാട്ടിലുണ്ട്.
പിന്നെ ഹനാൻ പറഞ്ഞ വലിയൊരു പോയിൻ്റ് ഉണ്ട്. ഇപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ഒരു കാര്യമാണ് എൻ്റെ ലൈഫിൽ. എനിക്ക് ലഹരിയുമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു മനുഷ്യനെ, ഒരു ബന്ധമില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഹനാൻ പറഞ്ഞ പോയിൻ്റാണ് പേടിച്ചുകൊണ്ടിരിക്കുന്നത് ലൈഫിൽ. ആരെങ്കിലും എവിടെയെങ്കിലും ഒരു പൊതി വെച്ചിട്ട് പോയാലോ, മനസ്സിലായോ? അപ്പോൾ നമ്മളെ വീട്ടിലേക്ക് വരുന്ന ആൾക്കാർ ചിലപ്പോൾ നമ്മളെ കുടുക്കാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ ഹനാനെ ഇഷ്ടപ്പെടുന്നവരാണ് കൂടുതൽ, ഹനാനെ വെറുക്കുന്നവരായിട്ടും അങ്ങനെ കുറവാണ്. അങ്ങനെ കാണാൻ തന്നെ ചാൻസ് ഇല്ല. ഹനാൻ്റെ ഒക്കെ വ്ളോഗിൻ്റെ ഒരു ഫ്രീക്വൻസി അങ്ങനെയാണ്. പക്ഷേ നമ്മളതൊന്നും അങ്ങനെയല്ല. മനഃപൂർവ്വം പെടുത്താൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഒരു പൊതിയൊക്കെ ഇട്ടിട്ട് പോകും. ഞാനും സ്നേഹയും ജിത്തുവായും പ്രവീൺ അബിയൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഞാൻ പറയലും മാക്സിമം വണ്ടി നമ്മളവിടെ നിർത്തി പോകുമ്പോൾ പൂട്ടിയെന്നുള്ളത് ശരിക്കും നോക്കിയാൽ വണ്ടിയിലുള്ള പൊതിയിട്ട് പോയിട്ട് പോലീസിനെ വിളിച്ച് പറഞ്ഞാൽ പണി വാളിയിൽ. ഞാൻ ഇതിന് വണ്ടി വാഷിന് കൊടുക്കുമ്പോൾ വരെ എനിക്ക് ഏറ്റവും അടുത്തറിയുന്ന ഷോപ്പുകളിലാണ് കൊടുക്കാറ്, മലപ്പുറത്ത് മാത്രം. വേറെ എവിടെയും ഞാൻ കൊണ്ടുപോയി ഇപ്പോൾ ഈ മോളിനകത്ത് വന്നിട്ട് വണ്ടി കഴുകുക എന്ന് പറയല്, വേറെ എവിടെയും അങ്ങനത്തെ ഒന്നും പരിപാടികൾ ഞാൻ തൊടിക്കാറില്ല. വണ്ടി മെയിനായിട്ട് ബിക്കോസ് എവിടെയെങ്കിലും എന്തെങ്കിലും വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ നാളെ വണ്ടിയിൽ നിന്ന് വിളിച്ചാൽ ഞാൻ പിടിച്ചു. ഞാനാണെന്നുണ്ടെങ്കിൽ ഞാനാണെന്നുണ്ടെങ്കിൽ ഇതിലായിട്ടൊരു സാധനം ഉപയോഗിക്കാത്തൊരു മനുഷ്യനാണ്. അപ്പം ഇങ്ങനത്തെ കൺസേൺസ് ഉള്ളത് കൊണ്ടാണ് അവർക്ക് വീട്ടിലെ ആളുകൾ റെഗുലറായി വന്നു പോകുന്നതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞതും ആ ഒരു സാധനം വെച്ചതും. ഈ പറഞ്ഞതിലേക്ക്, അതായത് ആദ്യം നിങ്ങൾ കണ്ട റിയാക്ഷൻ വീഡിയോ ടിക്ടോക്കിലുണ്ടായിരുന്ന സാധനത്തിൽ അയാൾ വെച്ച പോർഷൻ വന്ന വഴിയാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നെ. ഇത് നിങ്ങൾ മനസ്സിലാക്കാൻ. അല്ലാതെ ഒരു വ്യക്തി ഒറ്റയടിക്ക് കയറിയിട്ട് ക്രിട്ടിസൈസ് ചെയ്തിട്ടോ ഓന് തിന്നുന്നത് എല്ലിൻ്റെ ഇടയിൽ കയറിയിട്ടാണെന്നോ അല്ലെങ്കിൽ ഓൻ സെലിബ്രിറ്റി ആയപ്പോൾ ഓന് സ്വഭാവം മാറിയെന്നോ അതൊന്നും അല്ല സീന് ഇവിടുത്തെ. ഇതിൻ്റെ കമ്പി മാത്രം 36 റുപ്യക്കാണ് സംസുഖമൊക്കെ വാങ്ങിക്കൊടുക്കുന്നത് അല്ലേ? കമ്പിക്കൊക്കെ എന്താ അല്ലേ? ഒരു പട്ടിക്കൂട് കെട്ടാൻ കമ്പിക്ക് 37 റുപ്യ. അപ്പം ഞാൻ ആലോചിച്ച് നോക്കാം, ഞാൻ ഒരു പെര വെക്കാൻ എത്ര ആവും? അപ്പോൾ അല്ല വീടൊക്കെ വെക്കണോലെ കാക്കട്ടെ, വീടൊക്കെ വെക്കണോലെ പൈസ അല്ല പ്രൊട്ടക്റ്റ് ചെയ്ത് കൊടുക്കട്ടെ. വരാൻ പോണ ഇതിന് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഞാൻ ഇതിനെ വളർത്താൻ പോണ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് പക്ക പ്രൊട്ടക്ഷൻ ഒരു ഡോഗ് ഇവിടെ മസ്റ്റാണ്. കാരണം കാവലിന് ഇസ്ലാമിൽ നായകളെ വളർത്തൽ അനുവദനീയമാണോ എന്നുള്ളത് നിങ്ങൾ ആരോട് ചോദിക്കുക. നിങ്ങളെ പണ്ട് മദ്രസകളിൽ വെറും നായ് ഹറാമാണെന്ന് ഫസ്റ്റ് ലെറ്റർ മാത്രം, ഹെഡിങ് മാത്രം പഠിപ്പിച്ച് വിട്ടിട്ട് അതിൻ്റെ അടിക്ക് പഠിപ്പിക്കാത്ത ഉസ്താമാരോട് ചോദിക്കുക. എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കൊണ പറയുന്നവരോട് എനിക്കൊന്നും തിരിച്ച് പറയാനില്ല. കാരണം എൻ്റെ വീടിൻ്റെ പ്രൊട്ടക്ഷനും എൻ്റെ പ്രോപ്പർട്ടീസിൻ്റെ പ്രൊട്ടക്ഷനും അതിലുപരി എൻ്റെ വീട്ടിലെ വ്യക്തികളുടെ പ്രൊട്ടക്ഷനും എന്നിൽ അർപ്പിതമാണ്. ഇവിടെയുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയാൽ നാളെ നിങ്ങളെ വീട്ടുകാരെ ആരും എൻ്റെ കൂടെ ഉണ്ടാവില്ല. എൻ്റെ വീട്ടുകാർക്ക് ഞാനും ഓർക്ക് ഞാനും എനിക്കും ഒരു മാത്രമേ ഉണ്ടാവുള്ളൂ. സോ അങ്ങനെ നമ്മൾ ഡോഗിന് വാങ്ങണത്. ഇനി അതിൽ ഡോഗിന് വാങ്ങണമല്ലോ എതിർപ്പുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുണ്ട്. ഞാൻ അന്ന് പറഞ്ഞ പോലെ തന്നെ എനിക്ക് പറയണം എന്താ വെച്ചാൽ, നിങ്ങൾക്ക് നമ്മൾ ഡോഗ്സിന് വാങ്ങണമല്ലോ വളർത്തണമല്ലോ പ്രൊട്ടക്ഷന് വാങ്ങണമല്ലോ എതിർപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതാ നമ്മൾ പുതിയൊരു കൂട് ഉണ്ടാക്കിക്കണം. അപ്പോൾ ഈ ജോലിക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുക. ആർക്കാച്ചാൽ വന്ന് ഇവിടെ കൂട്ടിൽ കിടക്കുക. 3 നേരം 4 നേരം ചിക്കനും തീറ്റയും പ്രോട്ടീൻ തീറ്റയും മുട്ടയും ചിക്കനൊക്കെ അങ്ങ് കിട്ടുന്നതായിരിക്കും. CCTV ഉണ്ടാവും. ആഴ്ചമാത്തിയും ഞങ്ങളൊക്കെ കൂടിയിട്ടാവും. തീറ്റ തരാൻ ഇവിടെ ഒരു ഹോള് ഇതാക്കുന്നതാവും. അപ്പം ഇങ്ങനെ നായിനെ പ്രശ്നമല്ലോ എന്ത് ചെയ്യുക, ഇതിൻ്റെ ഉള്ളിൽ വന്ന് കിടക്കാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നായിനെ വാങ്ങണില്ല. നമുക്ക് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഉള്ളത് ഇവിടെ സെറ്റ് ചെയ്യുക. അപ്പോൾ എന്താ പറയുക, നായിൻ്റെ പട്ടിനെ കൊണ്ട് നടക്കുന്ന സംഭവം പട്ടിനെ കൊണ്ട് മാത്രമേ നടക്കുകയുള്ളൂ. അതിന് മനുഷ്യന്മാർ സെക്യൂരിറ്റിനെ വെച്ചിട്ടോ അല്ലെങ്കിൽ ഞാൻ അവിടെ ആളെ നിർത്തിയിട്ടോ കാര്യം ഉണ്ടാവില്ല. സെക്യൂരിറ്റിനെ അവിടെ വെച്ചിട്ട് സെക്യൂരിറ്റി ഇത് സമാധാനം പറഞ്ഞു കൊടുക്കും. അത് എങ്ങനെയെങ്കിലും ഒന്ന് വിടി അങ്ങോട്ട് ഇങ്ങോട്ട് അത് ഇത് അങ്ങോട്ട് കേട്ട് പറഞ്ഞിട്ട് സെക്യൂരിറ്റി എന്ത് ചെയ്ത് പറഞ്ഞിട്ട് പിരാന്തങ്ങാണ്ട് പണി നിർത്തി പോകും എല്ലാവരും. നമ്മൾ മോശമല്ലാന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇതാണ് കോൺട്രവേഴ്സി ആയിട്ടുള്ള ആ ഒരു പോർഷൻ. കമൻറ്റ് ബോക്സിനകത്ത് പോയി നോക്കിയാലും ചിലരൊക്കെ പറയുന്നുണ്ട്, ഓക്കെ ഈ പറഞ്ഞത് കുറച്ച് ഇതായിപ്പോയി, ഡോഗ്സിൻ്റെ കാര്യത്തിലൊക്കെയുള്ള നിൻ്റെ അഭിപ്രായവും വാങ്ങുന്ന റീസണും എന്നൊക്കെ പറയുന്നത് കുറച്ച് ഓവറാണ് മുത്തേന്നൊക്കെ പറഞ്ഞ് കുറേ പേര് പറയുന്നുണ്ട്. ഓക്കെ പിന്നെ കുറേ പേര് സപ്പോർട്ടായിട്ട് വീട്ടിനുള്ളിൽ കയറ്റാൻ പറ്റില്ല, ഇസ്ലാം പറഞ്ഞിട്ടുള്ള കാവലിനും വീട്ടുമുറ്റത്തും വളർത്താൻ ഇസ്ലാം അനുവദനീയമാക്കിയിട്ടുണ്ട് എന്നുള്ളത് കുറേ പേര് പറയുന്നുണ്ട്. പിന്നെ ഉസ്താദുമാരെ പറഞ്ഞത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ കുറേ ടീം പറയുന്നുണ്ട്. പിന്നെ ഈ ചെക്കൻ ഫേസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിനിമയിൽ അഭിനയിക്കാൻ പോകുമ്പോൾ ഈ സിനിമാ കാര്യം പറയുമ്പോൾ ഇൻഷാ അള്ളാ ഹറാം എന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ ഫിലിംസിലൊന്നും ഉപയോഗിക്കരുത്, അങ്ങനെ കുറേ അഡ്വൈസ് ഈ ചെക്കന് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബട്ട് ഈ പറഞ്ഞ കാര്യം ഞാൻ പറയുമ്പോൾ ഹനാൻ ഷാ അത് പറഞ്ഞത് വളരെ നല്ല കാര്യമാണ്. കാരണം കമൻറ്റ് ബോക്സിൽ നായനെ വാങ്ങുമ്പോൾ കുരയ്ക്കുന്ന ആൾക്കാർ, നിങ്ങളൊന്ന് പോയിട്ട് ആ വീട്ടിൽ ആ പ്രൊട്ടക്ഷൻ്റെ പരിപാടി ചെയ്യും. വളരെ കൃത്യമായിട്ട് ജെന്യുവിനായിട്ട് ആ പയ്യൻ പറഞ്ഞു, പ്രൊട്ടക്ഷന് വേണ്ടി തന്നെയാണ് അല്ലേ, അല്ലാതെ എനിക്ക് നായനെ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാണ് അങ്ങനെ ഒന്നുമല്ല പറഞ്ഞത്. ഇഷ്ടപ്പെട്ടിട്ട് 2 അവിടെ ഉണ്ട്, അവർ തക്കുടു കുക്കുടു എന്ന് പറഞ്ഞിട്ട് അവിടെ കളിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പ്രൊട്ടക്ഷൻ എന്നുള്ളൊരു ആസ്പെക്റ്റിൽ മാത്രമാണ് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ CCTV വെച്ചാലും അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റീനെ കിട്ടിയാലും കിട്ടാത്ത അത്രയും പ്രൊട്ടക്ഷൻ ഒരു ഡോഗിനെ കൊണ്ട് ചെയ്യാൻ പറ്റും.
അത് എനിക്കറിയാം പേഴ്സണലി ഒരു ഡോഗ് എത്രത്തോളം പ്രൊട്ടക്റ്റീവ് ആണെന്നുള്ളത്. എൻ്റെ ആക്സുള്ള സമയത്തൊക്കെ ഞാൻ രാത്രി നടക്കാൻ മുമ്പിൻ്റെ അടുത്തേക്കൊന്നും ഒരു കുട്ടി വരില്ല, വന്ന വട്ടത്ത് കറങ്ങിയിട്ടോ പിടിക്കും. അപ്പം അങ്ങനത്തെ ഒരു വളരെ പ്രൊട്ടക്റ്റീവായിട്ടുള്ളൊരു ഡോഗ് വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അത് വേറെ ധൈര്യം തന്നെയാണ്. മനസ്സിലായോ? അപ്പം ഈ ഹനാൻഷ ഈ പറഞ്ഞത് അങ്ങനെ ഡയലോഗ് അടിക്കുന്നവരോടാണ്. കമൻറ്റ് ബോക്സിൽ കിടന്ന് മതം പറഞ്ഞു, കമൻറ്റ് ബോക്സിനകത്ത് കിടന്നിട്ട് ഇവന് പൈസേൻ്റെ തെന്നിപ്പാന്ന് പറയുന്നവരും, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഹനാൻഷ പറയുന്നത്, എനിക്ക് തോന്നുന്നത് ഇത് കമൻറ്റ് ബോക്സിലുള്ളവരോട് മാത്രമാവില്ല, ഇത് മിക്കവാറും കൂട്ടക്കാരും കുടുംബക്കാരും നാട്ടുകാരും കുറേ ടീമുണ്ടാവും. എന്താ നോക്കിയാണ് ഈ ആ ചെക്കൻ്റെ വീട്ടിൽ എങ്ങനെ ഇസ്ലാം അല്ലേ മുസ്ലിം അല്ലേ ഓൻ്റെ പെരയിലോ പട്ടീനെ വളർന്നു, ഓൾറെഡി 2 നായ്ക്കളുണ്ട്, ഇനി ഒരുക്ക് നായി വേണം, ഇങ്ങനെ പറയുന്ന കുറേ കൂട്ടക്കാരും കുടുംബക്കാരും നാട്ടുകാരും ഉണ്ടാവും. ഇതിപ്പോൾ ഈ ചെക്കനെ പറഞ്ഞില്ല തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഉള്ളിൽ കൂടി ഇവൻ അതാണ് പറഞ്ഞ് കുത്തിയിട്ടുള്ളത്. കേൾക്കുകയാണെങ്കിൽ നിങ്ങളൊക്കെ കണ്ടോളിയും കേട്ടോളിയും എന്നുള്ള രീതിക്ക്. അവൻ പറഞ്ഞ ചോദിച്ച ചോദ്യവും കറക്റ്റ് അല്ലേ? നായനെ നമ്മൾ പ്രൊട്ടക്ഷൻ വയ്ക്കുന്നു, ഡോഗ്സ് നമുക്ക് പ്രൊട്ടക്ഷൻ തരുന്നു, നമ്മൾ അവർക്ക് ആ ഒരു ലവ് എഫെക്ഷനും റെസ്പെക്റ്റും അങ്ങോട്ട് കൊടുക്കുന്നു, അവർ തിരിച്ചും നമുക്ക് തരുന്നു, നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. കമൻറ്റ് ബോക്സിൽ കിടന്ന് കുരയ്ക്കുന്നവർ എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും, കൂട്ട് കയറിയിരുന്ന് കുരച്ചോ, നല്ല ഫുഡ് തരാം, പ്രോട്ടീൻ തരാം, 4 നേരം നോക്കാം, ആ നായ എടുക്കേണ്ട പണി നിങ്ങളെടുത്തോ. വളരെ വളരെ മികച്ച റിപ്ലൈ ആണ് ഈ ഒരു കാര്യത്തിൽ ഹനാൻഷ കൊടുത്തിട്ടുള്ളത്. ഞാൻ ഈ അടുത്ത കാലത്തൊന്നും ഇങ്ങനെ ഒരാൾ പറഞ്ഞ് കേട്ടിട്ടില്ല. അത് വളരെ കുറിക്ക് കൊള്ളുന്ന കൃത്യമായിട്ടുള്ള സാധനമാണ് എടുത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പം ഇനി കുറേ ആൾക്കാർക്ക് പൊളിയും, മനസ്സിലായില്ല? കുറേ ആൾക്കാർ പിന്നെ ഉസ്താദിൻ്റെ ആസ്പെക്റ്റുകൾ വളരെ സത്യമല്ലേ. ഞാൻ എൻ്റെ ഒരുപാട് അറിയുന്ന നല്ലവരായ നാട്ടുകാരിൽ കുറേ പേരുണ്ട്, ഓക്കെ, നല്ലവരും ചീത്തവരും ഉണ്ട് കേട്ടോ. അതായത് നല്ലവരായ നാട്ടുകാർ എന്ന് പറഞ്ഞത്, നാട്ടുകാരിൽ കുറേ ആൾക്കാർ അവരുടെ വീടുകളിൽ നായ്ക്കളെ വളർത്താറുണ്ട്, മനസ്സിലായോ? അവർക്ക് എന്താണ് അതിൽ ഹറാമായിട്ടുള്ളതെന്ന് നെഞ്ചസ്സോ അങ്ങനെ എന്തോ പറയും, ഈ മൂക്കിൻ്റെ ഭാഗം അല്ലെങ്കിൽ വായന്ന് വരുന്ന സലൈബ അങ്ങനെയൊക്കെ, അങ്ങനെ തൊടാൻ പാടില്ലാത്ത സ്ഥലങ്ങളോ അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ അവർക്ക് അറിയാം, ഓക്കെ. ബട്ട് അവർക്ക് സ്റ്റിൽ അവർക്ക് ഒരു മിണ്ടാപ്രാണി ഇഷ്ടമാണ്, നോക്കാൻ ഇഷ്ടമാണ്, അത് അവർക്ക് തരുന്നൊരു പ്രൊട്ടക്ഷൻ ലവും അവർക്ക് ഇഷ്ടമാണ്, നോക്കാൻ പറ്റുന്ന രീതിയിൽ അവരൊക്കെ നോക്കുന്നുണ്ട്. ഇഷ്ടം പോലെ വീടുകളിൽ മലപ്പുറത്ത് തന്നെ ഡോഗ്സ് ഉണ്ടായിരുന്നു. ചില ആളുകൾ നേരത്തെ പറഞ്ഞ പോലെ പുസ്തകത്തിൽ എഴുതിയതിൻ്റെ ഹെഡിങ് മാത്രം വായിച്ചിട്ട് ബാക്കി എന്താണ് ആ പുസ്തകത്തിൽ പറയുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഒന്നും ഒരു അറിവുമില്ലാതെ അള്ളാ നായ ഹറാം എന്ന് പറഞ്ഞ് നടക്കുന്ന ടീംസാണ്. ക്രിട്ടിസൈസ് ചെയ്യാനും 10 ഇതേപോലത്തെ ചോദ്യങ്ങളും. പിന്നെ ചെക്കൻ ഫേമസ് ആയ സമയത്ത് സിനിമാക്കാരനായി, പാട്ട് പാടി വൈറലായി, ഇനിയിപ്പോൾ വലിയ വ്ളോഗറായി, ഇനിയിപ്പോൾ മതം വേണ്ടയില്ല പഠിച്ചവനെ വേണ്ടയില്ല എന്ന് പറഞ്ഞുണ്ടാക്കുന്ന കുറേ എണ്ണങ്ങളുണ്ടാവും. ഓർക്ക് പറ്റിയ പണി നേരത്തെ പറഞ്ഞ പോലെ പ്രൊട്ടക്ഷൻ നായനെ വാങ്ങുന്നത് നിങ്ങൾക്ക് പ്രശ്നമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂട്ടി കയറിയിരുന്ന പ്രൊട്ടക്ഷനുള്ള പരിപാടി നോക്കിയോ. അവൻ പൈസ തരാമെന്ന് പറയുന്നുണ്ടല്ലോ, മാസത്തിൽ പൈസയും തരും, നല്ല ഫുഡും കിട്ടും. ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സിൽ കിടന്ന് കുരയ്ക്കണ കുര അവിടെ കുറന്ന് വരച്ചാൽ മതി, പ്രത്യേകിച്ച് വേറെ പണിയൊന്നും എടുക്കണ്ടല്ലോ. അപ്പോൾ ഇത് ഫുള്ളായിട്ട് കാണില്ല ആൾക്കാർ, അതിൻ്റെ ഇടയിൽ കൂടി കയറിയിട്ട് ഇതേപോലെ വീഡിയോ കട്ട് ചെയ്തെടുത്തിട്ട് കുറേ പറയും. അതല്ല, ഉള്ളൊരു കാര്യത്തിനും അവൻ്റെ പ്രൊട്ടക്ഷനും കാരണം അവൻ്റെ പ്രൊട്ടക്ഷൻ, അവൻ്റെ വീട്ടുകാരുടെ പ്രൊട്ടക്ഷൻ അവനല്ലേ നോക്കണ്ടേ, മനസ്സിലായി? അവൻ്റെ വീട്ടുകാരുടെ പ്രൊട്ടക്ഷൻ അവൻ നോക്കണം. അല്ലാതെ നാട്ടുകാർ ഈ പറഞ്ഞതും വെച്ചിട്ട് ഈ നായനെയും വാങ്ങാതെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയും ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ നാളെ വീട്ടിൽ ഇപ്പോൾ ഓൾറെഡി അവൻ പറയുന്നത് വീട്ടിലെ ആൾക്കാർ വന്ന് ഒച്ചയും കൂടി ഉണ്ടാക്കിയിടും. അപ്പം അങ്ങനത്തെ സിറ്റുവേഷനിൽ ആര് സമാധാനം പറയുന്ന ആളെ? ഞങ്ങളെ വീട്ടിൽ ഒരാൾ വന്ന് ഉള്ളിലേക്ക് കയറാനുള്ള ആക്സസ് കിട്ടിക്കഴിഞ്ഞാൽ എത്രത്തോളം പ്രിക്കോഷൻസ് നിങ്ങൾ സ്വീകരിക്കും എന്നുള്ളത്, ഒരു പരിചയമില്ലാത്ത ഒരാൾ നിങ്ങളെ വീട്ടിൽ നാളെ രാവിലെ ഒന്ന് വൈകുന്നേരം വരെ കിടന്നുറങ്ങിയാൽ അയാളങ്ങൾ ഞാനായതുകൊണ്ട് മൂപ്പരെ ഉറക്കത്തിൽ നീപ്പിച്ചിട്ട് ഇൻഷാ അല്ലാ അടുത്ത പ്രാവശ്യം കാണട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ക്ഷീണം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, പുറത്ത് റൂം എടുത്തരാം, വീട്ടിൽ നിങ്ങൾ കയറി കിടക്കില്ലേ, കാരണം ഇപ്പം ഇമ്മയൊക്കെ ഉള്ളതാണ്, ഞങ്ങൾക്ക് പുറത്തുനിന്ന് ആൾക്കാർ വരുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് നിങ്ങളെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളെന്ത് ചെയ്ത് കാണും, നല്ല പട്ടികൻ്റെ കണ്ടെടുത്തിട്ട് അപ്പം നായി അറാമോ മനുഷ്യനറാമോ നോക്കിയിട്ടുണ്ടല്ലോ, നിങ്ങൾ നല്ല പട്ടികൻ്റെ കണ്ട സൈസ് ആക്കിയിട്ട് അങ്ങനെ അടിച്ച് കാണും. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, അങ്ങനത്തെ ഒരു കാലത്തിലൂടെ പോകുമ്പോൾ ഐ ഹാവ് ടു ടേക്ക് കെയർ. സോ we must need a guard dog for all of this, so we are going to buy a guard dog. അപ്പോൾ ഏതാ ഗാർഡ് ഡോഗിനെ നമ്മൾ വാങ്ങാൻ പോകണമെന്നുള്ളത് എല്ലാവരും കമൻറ്റ് ചെയ്യുക, നമുക്ക് നോക്കാം. നല്ലൊരു അക്കീറ്റേനെ മേടിച്ചാൽ മതി. എൻ്റെ ചെക്കൻ പോയത് മുതൽ ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്, കുറച്ച് ടൈം ആവട്ടെ, അതായത് വാങ്ങണം ഒരാളെ. ഹനാൻഷ കാണുകയാണെങ്കിൽ നല്ലൊരു അക്കീറ്റേനെ മേടിച്ചോ, ഒരു അക്കീറ്റ മെയിൽ, പുലിയല്ല പുലി. ഞാൻ റോട്ടിന് നോക്കിയിട്ടുണ്ട്, ഞാൻ മറ്റേ ബുള്ളീനെ നോക്കിയിട്ടുണ്ട്, ഞാൻ ഓൾമോസ്റ്റ് കുറേ ബ്രീഡൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ട്. ബട്ട് അക്കീറ്റ ഈസ് എ ഡിഫറെൻറ്റ് ലെവൽ മാൻ. വേറെ സാധനമാണ്, ഭയങ്കര സ്നേഹവും ഭയങ്കര ഇഷ്ടവുമാണ്. അതുപോലെ തന്നെ ഒരു ഈച്ച പോലും എടുക്കില്ല വീട്ടിൽ, ആ അച്ചാതി സാധനമാണ്. ഞാൻ വളർത്തുമ്പോൾ നമ്മൾ കുറച്ച് പേടിക്കണം, നമുക്കിട്ടും കിട്ടാൻ ചാൻസ് ഉണ്ട്. അതാണ് അക്കീറ്റ എന്ന് പറയുന്നത്.
എന്താണെങ്കിലും അവന് പ്രോപ്പറായ റീസൺ ഉണ്ട്. അവൻ ആ റീസണിൻ്റെ മുകളിൽ അവൻ്റെ പ്രൊട്ടക്ഷനും വീട്ടുകാരുടെ പ്രൊട്ടക്ഷനും വേണ്ടിയിട്ട് തന്നെയാണ് അവനൊരു ഡോഗിനെ മേടിക്കുന്നത്. അതിന് കടന്ന് ചിലക്കുന്നവർക്കാണ് അവൻ ഈ ഒരു കമൻറ്റും വീഡിയോയിൽ അടിച്ചത്. ഇനി അതിൽ കുരുപൊട്ടി ഹനാൻ ഷാനെ പിടിച്ച് എയറിലാക്കാൻ ആരും ഇറങ്ങാൻ നിൽക്കണ്ട. പ്രത്യേകിച്ച് മതമൂളികളോടാണ് പറയുന്നത്, നിങ്ങൾ വെറുതെ ഇതിൻ്റെ മുകളിലൊരു കുത്തിത്തിരിപ്പുണ്ടാക്കി ഇറങ്ങരുത്. ഓക്കെ, അങ്ങനെ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് ഡോഗ് ചെയ്യുന്ന പരിപാടി നിങ്ങളെ കൂട്ടിലിരുന്ന് ചെയ്ത് കഴിഞ്ഞാൽ അവനും ലാഭം, നിങ്ങൾക്കും കൂടി കിട്ടും. ഇത്